ഈ സിറ്റിയിൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും. എന്നിട്ടും കട നഷ്ടത്തില. എന്താ ഉപ്പ അങ്ങനെ? ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തിൽ നമ്മൾ ഒരു കുറവും വരുത്താറില്ല. അപ്പൊ ചെലവ് കൂടും. വിലയൊട്ട് കൂട്ടുകയില്ല. അതല്ല മോനെ, വില കൂട്ടാണ്ട് തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വേറെ ചില ചെലവ് വരുമ്പോ അതിനും വഴി കാണണ്ടേ? ഉമ്മർഖാന്റെ മോന്റെ കോളേജ് ഫീസ്, അല്ലെങ്കിൽ ആബുദാത്താടെ മോടെ നിക്കാഹ് അല്ലേ? അങ്ങനെ നോക്കിയാ നിങ്ങൾ നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാണ്ട് ബിസിനസ് ആയിട്ടൊന്നുമല്ല. ഉപ്പുപ്പ എപ്പോഴും പറയാറില്ലേ, പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്രയ്ക്ക് പോകണമെന്നും എല്ലാ ദർഗയിലും ചെന്ന് ദിക്കറ് ചെല്ലണമെന്നൊക്കെ. ഹോട്ടലടയ്ക്കാണ്ട് അതിനൊക്കെ പറ്റുമോ? എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട് മോനെ. ഏത് തോണിയും ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ തോന ദൂരം പോവില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ അങ്ങനല്ല. നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ ഉപ്പുപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നത് നല്ലത്. കിസ്മത്ത് നിന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുകയെന്ന്. നമ്മുടെ കിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പുപ്പ. എൻ്റെ ലൈഫിൽ എന്തായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ? അതിന് വേറെ ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെയാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പം ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവില്ലേ? അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. കിസ്മത്താണ് മോനെ. ചിലപ്പോൾ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ല. എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ? അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുത് എൻ്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. ഉപ്പ, നിങ്ങളുടെ മോഹത്തിന് കഥ പറഞ്ഞുതരോ? ഉപ്പുപ്പാക്ക് മുഹബത്തുണ്ടായിരുന്നെന്ന് അനക്കെന്താ ഉറപ്പ്? അത് സുലൈമാനി കുടിച്ച ആൾക്കല്ലേ എന്റെ രുചി അറിയാവുള്ളൂ. എൻ്റെ 18-ാം വയസ്സില് ഞാൻ നമ്മളെ ഉസ്താദിന്റെ കൂടെ ചേർന്ന കൊല്ലം മൗലവിന്റെ മോടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ കൂടിയതാ. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ ജനവാതിലൊരു ഹൂറീനെ കണ്ടു, കൂട്ടിലടച്ച കിളിയെപ്പോലെ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും മിഷലായി ഞാൻ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ
ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. എന്റെ നെഞ്ചില് എന്തോ ഒന്ന് വല്ലാതെ പഠിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നു അത്? മൗലവിന്റെ മോള്. ഓടനിക്കാഹിനല്ലേ അന്ന് ഞാൻ ബിരിയാണി വെക്കാൻ പോയത്. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാനോ? നിങ്ങളുടെ ബിരിയാണി നിന്ന് ഒരു നിക്കാൻ കഴിച്ചു പോയി. അനക്കാരോടും മുഹബത്ത് തോന്നിട്ടില്ലേ? എനക്ക് അങ്ങനെ ഒരു കുന്തമില്ല. കാണാൻ ഓരോ വഴി തേടി കാണും നേരം മിഴിമൂടി ഓമലേ നിന്നീലയോ നാണമായി വഴുതിയിലയോ പുന്നാരം ചൊരിയും അളവിൽ അവൾ ഇളകി മറിയും ഒരു കടലായി കിന്നാരം പറയും അഴകിൽ അവൾ ഇടറിയുണരും ഒരു മഴയായി കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരും പകരുമയില. ഉപ്പ ഏതായാലും ആ ഹൂറിനെ മനസ്സിന്ന് വിട്ടിട്ടില്ല. മോനെ ഫൈസി, എന്താ ഉപ്പ? ആ ഹൂറി ആരാണെന്നറിയോ? എന്റെ ഉമ്മ. വാതിലിൽ കാതോർത്തി നിന്നിലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടു ഇശലായി ഞാൻ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നിലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഇശലായി ഞാൻ.